വീണ്ടും ചർച്ചയിലേക്ക്. സന്ദീപ് ജി വാര്യർ നേരത്തെ എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു, ഇപ്പോൾ അത് പറയാം. അല്ല, ഞാൻ ഈ ചർച്ചയിൽ എന്തായാലും മൂന്ന് പേർക്കും പറയാനുള്ളത് കേട്ടു. ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധിയായി വന്നിട്ടുള്ള ശ്രീ പ്രകാശ് സർ, അദ്ദേഹം വിശദമായി തന്നെ കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. ഇവിടെ ശ്രീ കെ എസ് അരുണും അതുപോലെ തന്നെ ശ്രീ നിയാസും പറഞ്ഞ കാര്യങ്ങളോടുള്ള എൻ്റെ പ്രതികരണമാണ് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ കെ എസ് അരുൺ പറയുന്നത് ഈ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 80 കുറവൊന്നും വരത്തില്ല, പകരം അപ്പുറത്ത് കൂട്ടും എന്നാണ്. അതിന്റെ ലോജിക്ക് എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ വരുമ്പോഴും ഒരു വിഭാഗത്തിന് കൂടുതൽ ലഭിക്കില്ലേ? അതായത് നമുക്ക് 100 രൂപ ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി ഫണ്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ജനസംഖ്യാനുപാതമായിട്ട് വേണമല്ലോ വിതരണം ചെയ്യാൻ. നിങ്ങൾ ആ ഫണ്ട് 200 രൂപയാക്കിയാലും അത് 80-20 എന്നുള്ള അനുപാതം കൃത്യമായിരിക്കണമല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് കൃത്യമാക്കാൻ പോകുന്നത്? ഏത് കണക്ക് വെച്ചിട്ടാണ് അങ്ങനെയാണ് അത് കൃത്യമാക്കാൻ പോകുന്നത്? അത് സർക്കാരിന്റെ കണക്കുകളിൽ ജനസംഖ്യാനുപാതികമായിട്ട് മാത്രമേ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പണം ചെലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഭരണഘടനാപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുല്യത വേണം എന്നുള്ളതാണ് ഒന്ന്. ഇവരെല്ലാവരും പറയുന്നത്, ശ്രീ നിയാസും അതുപോലെ അരുണൊക്കെ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്താ? ഈ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമുദായം വലിയ പിന്നോക്കാവസ്ഥയിലാണ്. അത് യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യത്തോട് പുലബന്ധമെങ്കിലും ഉണ്ടോ? ഇവിടെ സച്ചാർ കമ്മീഷനെ വെച്ചപ്പോഴും അതല്ലെങ്കിൽ പാലോളി കമ്മീഷനെ വെച്ചപ്പോഴും എല്ലാം ഈ രണ്ട് കൂട്ടരും ലക്ഷ്യം വെച്ചത് മുസ്ലിം മതവിഭാഗത്തെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ്. വളരെ പ്രിജുഡിസ്ഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ബയസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് സച്ചാർ കമ്മീഷൻ നടപ്പാക്കിയത്. മുൻധാരണകളോടുകൂടിയുള്ള പക്ഷപാതപരമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു. അങ്ങനെ ഒരു മതസമുദായത്തിന് വേണ്ടി മാത്രം പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചത് തന്നെ തെറ്റായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്കറിയാം എന്തുകൊണ്ടായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഒരു പ്രസ്താവനയുണ്ടല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? രാജ്യത്തിന്റെ വിഭവങ്ങളിലെ ആദ്യാവകാശം മുസ്ലിം സമുദായത്തിനാണ് എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു കളഞ്ഞു. അങ്ങനെ ഒരു പ്രധാനമന്ത്രി പറയാൻ പാടുണ്ടായിരുന്നോ? പച്ചയായിട്ടുള്ള നഗ്നമായിട്ടുള്ള വർഗീയ പ്രീണനമല്ലാതെ മറ്റെന്താണ് കോൺഗ്രസ് സച്ചാർ കമ്മീഷനെ നിയോഗിച്ചപ്പോൾ ലക്ഷ്യം വെച്ചത്? ഇനി ഇവർ പറയുന്നത് പോലെ മുസ്ലിം വിഭാഗം പിന്നോക്കമാണെങ്കിൽ ആ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണക്കാരാരാ? എല്ലാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി പോയി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന, UDF വോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ രാജ്യത്ത് കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ടുള്ള നാളിതുവരെയായി രാജ്യത്ത് ഏറ്റവും കാലം ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ മുസ്ലിം ജനവിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള എന്ത് പിന്നോക്കാവസ്ഥയാണ് മുസ്ലിം വിഭാഗത്തിനുള്ളത്? അവരിവിടെ റൂളിംഗ് ക്ലാസ് ആയിരുന്നില്ലേ? ഈ രാജ്യം ഭരിച്ചവരല്ലേ? റൂളിംഗ് ക്ലാസ് ആയിരുന്നു. അവർ അയിത്തം നേരിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് മുസ്ലിം വിഭാഗം അയിത്തം നേരിട്ടിട്ടുണ്ടോ? അപ്പൊ റൂളിംഗ് ക്ലാസ് ആയിട്ടുള്ള അയിത്തം നേരിട്ടിട്ടില്ലാത്ത, സാമൂഹ്യപരമായിട്ട് ഒരു പിന്നോക്കാവസ്ഥയും നേരിട്ടില്ലാത്ത ഒരു വിഭാഗം, ആ വിഭാഗം പിന്നോക്കാവസ്ഥയിലാണെന്ന് വരുത്തി തീർത്ത് ഒരു നറേറ്റീവ് ഉണ്ടാക്കി അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതായിരുന്നു സച്ചാർ കമ്മീഷൻ. ഇനി ദാരിദ്ര്യമാണെങ്കിൽ ആർക്കാ ദാരിദ്ര്യം ഇല്ലാത്തത്? ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കാ ദാരിദ്ര്യം ഇല്ലാത്തത്? അപ്പൊ ദാരിദ്ര്യമുണ്ട് എന്നുള്ളതൊരു കാരണമല്ല, അതെല്ലാവർക്കും ഉള്ളതാണ്, പൊതുവേ ഉള്ളതാണ്. അതിനെ ജനറലൈസ് അതെല്ലാവർക്കും ഉള്ളതാണ്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമായിട്ടുള്ളതല്ല. ഇവിടെ കേരളത്തിൽ വന്നാൽ ശ്രീ പ്രകാശ് അദ്ദേഹം കൃത്യമായി സൂചിപ്പിച്ചു, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് കേരളത്തിലുള്ള 3ഓളം മുസ്ലിം വിഭാഗങ്ങൾ അവർ ഉന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്നവരാണ് സമൂഹത്തിൽ. വളരെ പിന്നോക്കാവസ്ഥയിലുള്ളവർ വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് എന്ന് സച്ചാർ തന്നെ പറയുന്നു. കേരളത്തിൽ മുസ്ലിം വിഭാഗം പിന്നോക്കാവസ്ഥയിലാണെന്നത് അത് നട്ടാൽ കുരുക്കാത്ത നുണയല്ലേ? ആ ഏതൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ 4 മാസക്കാലം കൊണ്ട് പാലോളി കമ്മീഷൻ മുസ്ലിങ്ങളൊക്കെ പിന്നോക്കാവസ്ഥയിലാണെന്ന് നിശ്ചയിച്ചത്? ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയിട്ടുള്ള ഒരു കേരള പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ പാലോളി കമ്മീഷൻ ഒരു പഠനവും നടത്തിയിട്ടില്ല. പാലോളി കമ്മീഷൻ ഒരു പഠനവും നടത്താതെ നേരത്തെ നിശ്ചയിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ലഭ്യമാകുന്ന ഭരണഘടനാനുസൃതമായി ലഭ്യമാകുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യേണ്ടത് സാമൂഹ്യ നീതിയാണ്. അതല്ലാതെ തങ്ങൾക്ക് സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്ക് ഉണ്ട്, തങ്ങൾക്ക് സംഘടിതമായിട്ടുള്ള ശക്തിയുണ്ട് എന്ന് കരുതി അതെല്ലാം തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് സാമൂഹ്യ നീതിക്ക് ചേർന്നതല്ല. ഇത് പറഞ്ഞത് ശ്രീ കെ ആന്റണിയാണ്. കെ ആന്റണിയെ അത് പറഞ്ഞതിന് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് പറഞ്ഞിറക്കി വിട്ടു. 2014 ആന്റണി കൊടുത്ത റിപ്പോർട്ട് ഉണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ കാര്യം കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്, കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് പോലും തള്ളിപ്പറഞ്ഞു. നിയാസ്, എന്റെ സമയമാണ്, ഞാൻ പറയട്ടെ. കോൺഗ്രസ് പോലും വന്ന് ആന്റണിയുടെ പ്രസ്താവനയെ തള്ളിപ്പറയുക ചെയ്തത്. ആന്റണി പറഞ്ഞത് ശരിയായില്ല എന്നാ പറഞ്ഞത്.
അനർഹമായത് നേടുന്നു എന്ന് ആന്റണി പറഞ്ഞു. അതിനെ നിങ്ങൾ തള്ളിപ്പറയുകയാണ് ചെയ്തത്. ആന്റണിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇറക്കി വിടുകയാണ് ചെയ്തത്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആന്റണിക്കെതിരായിട്ടുള്ള നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്. 2014 നിങ്ങൾ തോറ്റതിനെ കുറിച്ച് ആന്റണി കൊടുത്ത റിപ്പോർട്ടിലുള്ള ഹൈക്കമാൻഡിന് എന്താ പറയുന്നത്? ന്യൂനപക്ഷ പ്രീണനം കാരണം തോറ്റു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കോൺഗ്രസിന്റെ സ്വഭാവം. ശരി, സന്ദീപ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. എനിക്ക് 8 മണിക്ക് മുമ്പ് ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ സന്ദീപ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു. രണ്ടിനും എനിക്ക് KS അരുൺകുമാറിൻ്റെയും PM നിയാസിൻ്റെയും മറുപടി ആവശ്യമാണ്. ഒപ്പം സന്ദീപിലേക്കും ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയുടെ അവസാന അരമണിക്കൂറിലേക്ക് പോകുമ്പോൾ അഡ്വക്കേറ്റ് PM നിയാസ്, ഈ AK ആന്റണിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് സന്ദീപ് ഉന്നയിച്ചതിൽ താങ്കൾക്ക് മറുപടി ഉണ്ടാകും, അത് പറയാം. ഒപ്പം സന്ദീപ് ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതിപ്പോൾ താങ്കൾ അതിനെ സംഘപരിവാർ പൊളിറ്റിക്സ് എന്നോ BJP പൊളിറ്റിക്സ് എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, പക്ഷേ അത് വളരെ മൗലികമായ ഒരു വിഷയമായി എനിക്കും തോന്നുന്നു. അതുകൊണ്ട് കൂടി ഞാൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു ജാതിയുടെ മാത്രം പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നിയോഗിക്കപ്പെടുന്നത് എന്തിനാണ്? ഒപ്പം അത് ആരാണോ നിയോഗിക്കുന്നത് ആ ഭരണകൂടത്തിൻ്റെ കൂടി പ്രശ്നമല്ലേ അങ്ങനെ ഒരു പിന്നോക്കാവസ്ഥയിലേക്ക് ആ മതം അല്ലെങ്കിൽ ജാതി പിന്തള്ളപ്പെട്ടു എന്നത്? അതുകൂടി പഠിക്കപ്പെടേണ്ട വിഷയമല്ലേ? അഡ്വക്കേറ്റ് PM നിയാസ്, അദ്ദേഹം കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വരാം, ഞാൻ നിയാസിലേക്ക് വരാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നേരത്തെ സന്ദീപ് ചോദിച്ചതുപോലെ എനിക്കും മനസ്സിലാകുന്നില്ല ആ ലോജിക്ക്. ഇപ്പോൾ ഈ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ആ വിഭാഗത്തിന് നഷ്ടപ്പെടുത്താതെയാണ് അഡീഷണൽ +20 മറ്റൊരു വിഭാഗത്തിന് നീക്കിവെക്കുന്നത്. അപ്പോൾ അതിന് പിറകിലെ കണക്കെന്താണ്, എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്നത് സന്ദീപ് പറഞ്ഞതുപോലെ ആ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. അതൊന്ന് വിശദീകരിക്കാമോ? അതിനുശേഷം ഞാൻ നിയാസിലേക്ക് പോകാം. KS അരുൺകുമാർ. സുബേഷ്, ഞാൻ പറയാം. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷം പാലോളി മുഹമ്മദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടും വന്നപ്പോൾ ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എത്ര രൂപയാണോ സംസ്ഥാന ഗവൺമെന്റിന് അനുവദിച്ച് കിട്ടുന്നത് ആ തുകയിൽ ഒരു വർധനവ് വരുത്തി മറ്റു പിന്നോക്ക വിഭാഗത്തിൽ പെടുന്നവരെയും കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് അന്ന് നടത്തിയത്. കേന്ദ്രം എത്ര രൂപയാണോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച് കിട്ടുന്നത് അതിൽ സംസ്ഥാനത്തിന്റെ ഒരു വിഹിതം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് 80:20 എന്ന രൂപത്തിലല്ല, ഈസ്റ്റു എന്ന കണക്കല്ലെങ്കിൽ പോലും ഈ ആനുകൂല്യം ഇതര വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കമായി നിൽക്കുന്നവർക്ക് കൂടി കിട്ടണം എന്ന തീരുമാനമെടുത്തത്. ഇപ്പോൾ ഞാൻ കൃത്യമായി പറയാം, ബഡ്ജറ്റിൽ ഈ പാലോളി മുഹമ്മദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി എന്നാണ് സന്ദീപ് ചോദിച്ചത്. അപ്പോഴും ആ വിവേചനം ഉണ്ടാകുമല്ലോ അവിടെ. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ 26.56% പേരാണ് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്നത്. ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽപ്പെടുന്നത് 18.38 ആണ്. അതുപോലെ ബുദ്ധർ, ജൈനർ, സിഖ് എന്ന് പറയുന്നത് 0.01% ഉള്ളൂ. കേരളത്തിലെ ന്യൂനപക്ഷം മൊത്തത്തിലെടുത്താൽ, ന്യൂനപക്ഷത്തിന്റെ ജനസംഖ്യ മാത്രം എടുത്തു കൂട്ടിയാൽ മുസ്ലിങ്ങൾ വരുന്നത് 58.67% ന്യൂനപക്ഷങ്ങളിൽ. ക്രിസ്ത്യൻസ് വരുന്നത് 40.06 ഇവിടെ ബഡ്ജറ്റ് വിഹിതമായി മാറ്റിവെച്ചത്, സ്കോളർഷിപ്പിനായി മാറ്റിവെച്ചത് 17.31 കോടി രൂപയായിരുന്നു. ഇപ്പോൾ മിനിങ്ങാന്ന് ഇതിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ 6.2 കോടി രൂപ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് 23.51 കോടി രൂപയായി സ്കോളർഷിപ്പിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക മാറ്റം വരുത്തുകയാണ്. അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ ജനസംഖ്യ അനുപാതത്തിൽ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ക്രിസ്ത്യൻ വിഭാഗത്തിന് 40.6 എന്ന അവരുടെ ന്യൂനപക്ഷ ജനവിഭാഗത്തിനുള്ള സ്കോളർഷിപ്പ് അത് നേരത്തെ കിട്ടിയത് ഈ പറഞ്ഞ 20% അപ്പോൾ കൂടുതലായി വരുന്ന 6.2 കോടി രൂപ വരെ സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടാണ് അവരുടെ സ്കോളർഷിപ്പ് ഇപ്പോൾ മൊത്തത്തിലുള്ള അവരുടെ ജനസംഖ്യ അനുപാതത്തിൽ 40.06% കിട്ടുന്നത്. ഇസ്ലാം വിഭാഗത്തിൽപ്പെടുന്ന 58.67% നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും അങ്ങനെ തന്നെ തുടരും. ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കമായി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം അതേപോലെ തുടരുന്നു, പ്ലസ് ആയിട്ടാണ് കിട്ടുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഒറ്റ ചോദ്യമാണ് എനിക്ക് PM നിയാസിനോട് ചോദിക്കാനുള്ളത്. ഇവിടെ സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞത് ഇസ്ലാം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പ് അങ്ങനെ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടാകുമെങ്കിൽ ഞങ്ങൾക്ക് പരാതിയില്ല എന്നാണ്. കുഞ്ഞാലിക്കുട്ടിയും മുനീർ സാഹിബും അടക്കമുള്ള നേതാക്കന്മാർ ചെന്ന് പറഞ്ഞതും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ കുറവ് വരാൻ പാടില്ല,
മറ്റാർക്ക് കൊടുക്കുന്നതിനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നാണ് ജൂൺ 2-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത കത്തിൽ പറയുന്നത്. കത്തിലെ വാചകം വേണമെങ്കിൽ ഞാൻ വായിക്കാം. ഇപ്പോൾ ഇന്ന് രാവിലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും പറഞ്ഞത് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ആളുകളുടെ എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പുതുതായി ആളുകൾക്ക് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന്. പക്ഷേ ലീഗ് കടുപ്പിച്ചപ്പോൾ, ലീഗ് പ്രതിപക്ഷ നേതാവിനെ തള്ളി പറഞ്ഞപ്പോൾ, പ്രതിപക്ഷ നേതാവിനെ തള്ളി പറയുന്ന സാഹചര്യം വീണ്ടും വീണ്ടും ഉണ്ടായപ്പോൾ സ്വന്തം പ്രസ്താവന തിരുത്തുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറി. എന്താണ് ഇങ്ങനെ? ഞാൻ ഒരു കാര്യം നിയാസിനോട് ചോദിക്കട്ടെ, അതുപോലെ തന്നെ സന്ദീപ് വാര്യരോട് ചോദിക്കട്ടെ. ഈ കേരളത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അതേ അർഹതയുള്ള മുഴുവൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ആനുകൂല്യം കൊടുക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചാൽ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി അതേപടി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ, ആ വിധിയുടെ അപ്പീൽ കൊടുക്കുന്ന കാലാവധി കഴിഞ്ഞിട്ടില്ല, ആരും അപ്പീൽ കൊടുത്തിട്ടില്ല, ആ വിധി അങ്ങനെ നടപ്പാക്കാൻ തീരുമാനിച്ചാൽ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? എന്തിനാണ് അതിനെ എതിർക്കുന്നത്? ഏറ്റവും പട്ടിണി പാവങ്ങൾ, ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളല്ലേ? മറുപടി പറയൂ. മറുപടി പറയൂ. സന്ദീപിന്റെ മറുപടി ആദ്യം. നിയാസിനോട് എനിക്ക് വേറെയും ചോദ്യങ്ങളുണ്ട്. സന്ദീപ്. ഞാൻ അതിന് മറുപടി പറയാം. ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ, ഇത് സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമുള്ള വിഷയമല്ല. തീർച്ചയായിട്ടും സ്കോളർഷിപ്പിന്റെ വിഷയത്തിൽ മാത്രമുള്ള വിഷയമല്ല. ഇവിടെ ഒരു പരാതി വരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് കൂടി കുറച്ച് കൂടുതൽ കൊടുക്കും എന്ന് പറയുമ്പോൾ അപ്പോഴും ഈ അനുപാതത്തിന്റെ കാര്യത്തിൽ മാറ്റം വരും എന്ന് അരുൺ സമ്മതിക്കണം. മാറ്റം വരികയാണെങ്കിൽ കുഴപ്പമില്ല. അനുപാതം കുറച്ച് ജനസംഖ്യ എണ്ണം കൂട്ടും അല്ല ആളുകൾക്ക് ഇല്ല. അതെ, ഞാൻ മനസ്സിലാക്കി. ഞാൻ പറയുന്നു വെക്കൂ. അല്ല, അനുപാതം ഇല്ലെന്നും ഇനി മുതൽ, അതായത് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കിട്ടുമെന്നും അതാണ് പറഞ്ഞത്. ഇനി ഭാവിയിൽ ഈ അനുപാതം ജനസംഖ്യാനുപാതമായിട്ട് മാറും. കാരണം ജനസംഖ്യാനുപാതമായിട്ട് മാറണം എന്നുള്ളതാണ് ഹൈക്കോടതി വിധി. ജനസംഖ്യാനുപാതം ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്ത് കൊടുക്കുന്നോ അത് ജനസംഖ്യാനുപാതമായിട്ട് മാറണം. അതായത് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് കുറവ് വരില്ല എന്ന് പറയുന്നതോടൊപ്പം ഭാവിയിൽ ജനസംഖ്യാനുപാതികമായിട്ടേ നടക്കൂ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. 1. 2, അതായത് ലീഗ് സച്ചാർ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് പൂർണ്ണമായി ഞങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് മാറിപ്പോകുന്നു. ഒരു മിനിറ്റ് അരുൺ, ഞാൻ പറയട്ടെ. ലീഗ് പറയുന്നത് ഇതാണ് വിഷയം. ഇപ്പൊ അരുണ് മനസ്സിലായോ? അതായത് ലീഗ് പറയുന്നത് എന്താ? സച്ചാർ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് പൂർണ്ണമായും ഞങ്ങളുടെ വിഭാഗത്തിന് കിട്ടേണ്ടത് നിങ്ങളിപ്പോൾ ഹൈക്കോടതി വിധി അനുസരിച്ചുകൊണ്ട് ഭാവിയിൽ ഇത് ജനസംഖ്യാനുപാതത്തിൽ മാത്രം കൊടുക്കുന്നു. 1. രണ്ടാമത്തെ വിഷയം എന്താ? ഇത് കേവലം സ്കോളർഷിപ്പിൽ നിൽക്കേണ്ട കാര്യമല്ല. ഇതേ വിഷയം ഉയർത്തിക്കൊണ്ട് ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ വരുന്ന നിരവധിയായിട്ടുള്ള പ്രൊജക്ടുകളുണ്ട്. ആ പ്രൊജക്ടുകളിലൊക്കെ നിലവിൽ ഇരിക്കുന്ന സാഹചര്യം നേരത്തെ ശ്രീ പ്രകാശ് വിവരിച്ചു. വിവിധ കമ്മിറ്റികൾ, അതുപോലെ തന്നെ ധനകാര്യ വികസന കോർപ്പറേഷൻ, അതുപോലെ തന്നെ അവര് മദ്രസ വികസന ബോർഡ് പോലെ തന്നെ ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിനും അതുപോലെ ഒരു ബോർഡ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇതെല്ലാം ജനസംഖ്യാനുപാതത്തിൽ വിതരണം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരണം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. അതിന് നിങ്ങളുടെ നിലപാട് എന്താ? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇവിടെ ന്യൂനപക്ഷ വകുപ്പ് മതകാര്യ വകുപ്പായി, മുസ്ലിം വകുപ്പാക്കി, മുസ്ലിം ക്ഷേമ വകുപ്പാക്കി മാറ്റിയത് KT ജലീലാണ്. KT ജലീലാണ് അങ്ങനെയാക്കി മാറ്റിയത്. എല്ലാം എളാപ്പയ്ക്കും മൂത്താപ്പയ്ക്കും എഴുതി കൊടുത്തത് KT ജലീലാണ്. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് അതുണ്ടായത്. UDF വ്യത്യസ്തമല്ല. UDFന്റെ ഈ ലീഗിന്റെ സ്വഭാവം ഇപ്പൊ ഈ നീലക്കുറുക്കൻ്റെത് പോലെയാണ്. ലീഗ് വലിയ മതേതരത്വം ഒക്കെ പറയുമെങ്കിലും പക്ഷേ വിഷയം വരുന്ന സമയത്ത് നീലക്കുറുക്കൻ്റെത് പോലെ ഇപ്പൊ ഓരിയിട്ടിരിക്കുകയാണ്. യഥാർത്ഥ വർഗീയവാദി തങ്ങളാണെന്ന് ലീഗുകാർ ഇപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. PK കുഞ്ഞാലിക്കുട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിലും പച്ചയായ വർഗീയത എന്താ ഉള്ളത്? ഇവിടെ ന്യൂനപക്ഷത്തിന് കിട്ടേണ്ട ന്യൂനപക്ഷ വിഹിതം അത് നിങ്ങൾ പാലോളി കമ്മീഷൻ, സച്ചാർ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമാക്കി കൊടുക്കുന്നത്, അവർക്ക് മാത്രമായി ഇത്രയും കാലം ഒതുക്കി കൊടുത്തത് സാമൂഹിക അനീതിയാണ്. ആ കാര്യത്തിൽ തർക്കമുണ്ട്. അതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ആ കോടതിയിൽ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? കോടതിയിൽ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? LDFന്റെ വക്കീൽ പോയിട്ട്, സർക്കാർ വക്കീൽ പോയിട്ട് കോടതിയിലെടുത്ത നിലപാടെന്തായിരുന്നു? ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങളുടെ സർക്കാർ വക്കീൽ പോയി എടുത്ത നിലപാടെന്തായിരുന്നു? സർക്കാർ വക്കീൽ പറഞ്ഞത് നിലവിലെ സ്ഥിതി തുടരണമെന്നാണ് സർക്കാരിന്റെ വക്കീൽ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം സാമൂഹ്യ നീതിയുടെ ചാമ്പ്യന്മാരാവാൻ നിൽക്കണ്ട. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പൂർണ്ണമായും തെറ്റാണ് എന്ന് സമ്മതിക്കാനും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തോട് ഇത്രയും കാലം കാണിച്ച അനീതിയോട് മാപ്പ് ചോദിക്കണം. 1. രണ്ടാമത് നിങ്ങളുടെ നറേറ്റീവ് തെറ്റാണ്. എന്താണ് നറേറ്റീവ്? മുസ്ലിങ്ങൾ മുഴുവൻ പിന്നോക്കക്കാരാണെന്ന വ്യാജമായിട്ടുള്ള നറേറ്റീവ്. ആ നറേറ്റീവ് തിരുത്തണം. ഞാൻ അതിലേക്ക് വരാം. അത് ശരിയല്ല. ആരാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നത്? നിങ്ങൾ അത് പറയുമ്പോൾ BJPക്കാരെ വർഗീയവാദികളെന്ന് വിളിക്കും.
നിങ്ങൾ BJP-കാരെ സത്യം വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ വർഗീയവാദികളാക്കും. ആ സത്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ വ്യാജമായ നറേറ്റീവ് ഉണ്ടാക്കി UPA-യുടെ കാലത്തും LDF-ന്റെ കാലത്തും മതപ്രീണനത്തിന് മുസ്ലിം ന്യൂനപക്ഷ സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം, ആ ശ്രമമാണ് ഇപ്പൊ പൊളിഞ്ഞു വീണിട്ടുള്ളത്. ശരി ശരി അരുൺ, പെട്ടെന്ന് മറുപടി, അതിനുശേഷം ഞാൻ നിയാസിലേക്ക് വരാം. രണ്ട് കാര്യത്തിലാണ് ശ്രീ സന്ദീപ് ഭാര്യയോട് മറുപടി പറയാനുള്ളത്. ഒന്ന്, സന്ദീപ് ഭാര്യ പറഞ്ഞത് ഇവിടെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും പാലോളി മുഹമ്മദ് കമ്മിറ്റി റിപ്പോർട്ടും ഒരേപോലെ LDF നടപ്പാക്കുന്നു എന്നതാണ്. അത് തെറ്റാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ജനവിഭാഗത്തിന് മാത്രമുള്ളതാണ്. അതിൽ വേറെ ഒരു ന്യൂനപക്ഷമില്ല, മുസ്ലിങ്ങൾ മാത്രം. കേരളത്തിലെ LDF സർക്കാർ, സഖാവ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വിശാല കാഴ്ചപ്പാടോടെ മുസ്ലിം ജനസാമാന്യം നേരിടുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ പ്രശ്നം നേരിടുന്ന ഇവിടെ കൺവെർട്ടഡ് ക്രിസ്ത്യൻ അടക്കം ദളിത് ക്രിസ്ത്യൻ അടക്കമുള്ളവരുണ്ട്. അവരെ കൂടി പരിഗണിക്കണമെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് LDF സർക്കാർ എടുത്തത്. അപ്പൊ രണ്ട് കമ്മിറ്റി റിപ്പോർട്ടും ഒരേപോലെ എന്ന് താങ്കൾ പറയരുത്. രണ്ട്, ഇവിടെ മുസ്ലിം ജനസാമാന്യം എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രത്യേക പരിശോധനയ്ക്കും പരിഗണനയ്ക്കും വരുന്നതെന്ന് താങ്കൾ ചോദിച്ചു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ കേരളത്തിൽ സന്ദീപ് പെട്ടെന്ന് ചോദിക്കൂ. ഒരു ചോദ്യം മറുപടി പറഞ്ഞോളൂ. ഒരു ചോദ്യം അരുൺ, പാലോളി കമ്മീഷൻ എന്ത് പഠനമാണ് നടത്തിയത്? എവിടെയാണ് പഠിച്ചത്? എവിടെയാണ് സിറ്റിംഗ് നടത്തി പഠിച്ചത്? ഒരു പഠനവും നടത്തിയിട്ടില്ല. പരിഷത്തിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ എഴുതി തയ്യാറാക്കി ഉണ്ടാക്കിയ തട്ടിക്കൂട്ടിയ സാധനമാണ്. മുസ്ലിം മതവിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയുണ്ടാക്കിയതാണ്. അതിലപ്പുറമൊന്നുമില്ല. ഒരു പഠനവും നടത്തിയിട്ടില്ല. ഒരു പഠനവും നടത്തിയിട്ടില്ല. കേരളം മാത്രമാണ് അതിന് ആധാരമായിട്ടുള്ളത്. ശരി അല്ല, താങ്കൾ തന്നെ ചോദ്യം ചോദിക്കുകയും താങ്കൾ തന്നെ ഉത്തരം പറയല്ലേ. ഞാൻ ഇരിക്കുന്നത് കൊച്ചിയിലെ സ്റ്റുഡിയോയിലും താങ്കൾ മറ്റൊരു കേന്ദ്രത്തിലുള്ള സ്റ്റുഡിയോയുമാണ്. അടുത്താണെങ്കിൽ ഞാൻ ഇപ്പോൾ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ തന്നേനെ. എത്ര സിറ്റിംഗ് നടത്തി, എത്ര ആളുകളുടെ മൊഴിയെടുത്തു, എത്ര വിശദമായ രേഖകൾ പരിശോധിച്ചു, എന്നാണ് അതിന്റെ പരിശോധന ആരംഭിച്ചത്, എന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. സമഗ്രമായ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മുഴുവൻ ഞാൻ താങ്കൾക്ക് തന്നേനെ. ഇനിയായാലും ഞാൻ അയച്ചു തരാൻ തയ്യാറാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഴുവൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് ഇന്ത്യയുടെ ഭരണഘടന പറഞ്ഞതാണ്. ഞാൻ ഈ ചർച്ച തുടങ്ങിയത് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(3) വായിച്ചുകൊണ്ടാണ്. ഇവിടെ സ്ത്രീകളെയും കുട്ടികളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, അതുപോലെ തന്നെ സാമൂഹ്യപരമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആ ജനവിഭാഗത്തെ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽപ്പെട്ടതാണ്. അതിന്റെ ഭാഗമായി ഏറ്റവും ഇപ്പൊ മുസ്ലിം ജനവിഭാഗത്തിലെ എല്ലാവർക്കും സ്കോളർഷിപ്പ് ഉണ്ടോ? അതുപോലെ തന്നെ ക്രിസ്ത്യൻ ജനസാമാന്യത്തിലെ എല്ലാവർക്കും സ്കോളർഷിപ്പ് ഉണ്ടോ? ആ സ്കോളർഷിപ്പിലല്ലേ ഏറ്റവും താഴേക്കിടയിലുള്ളവർക്കല്ലേ കിട്ടുന്നത്. PGക്ക് പഠിക്കുന്നവർക്ക് കിട്ടുന്നത് 2500 രൂപ മുതൽ 3000 രൂപയാണ് ഒരു PG കോഴ്സിന്. അങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം. ഒരു ബ്രേക്കിലേക്ക് കൂടി പോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഇടപെടുകയാണ്. നമുക്ക് ചർച്ചയുടെ അന്തിമഘട്ടത്തിൽ കൂടുതൽ വിശദീകരിക്കാനുള്ള സമയം ഞാൻ നൽകാം. ഒപ്പം നിയാസിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിയാസിലേക്ക് പെട്ടെന്ന് വരാം. ഇടവേള. ചർച്ചയുടെ അവസാനത്തെ 10 മിനിറ്റിലേക്ക് പോകുമ്പോൾ അഡ്വക്കേറ്റ് PM നിയാസ്, ക്ഷമിക്കണം, ഞാൻ നേരത്തെ താങ്കളിലേക്ക് വന്നിരുന്നു, ഫോൺ പക്ഷേ കണക്റ്റ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു. സന്ദീപ് ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, താങ്കൾ മറുപടി പറയേണ്ടത് എന്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ജാതിയുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് മാത്രം പഠിക്കാൻ ഒരു കമ്മീഷൻ വരേണ്ടി വരുന്നു എന്നുള്ളതാണ്. ആരാണോ ഈ കമ്മീഷൻ നിയോഗിക്കുന്നത് ആ ഭരണകൂടം തന്നെയല്ലേ ഈ പിന്നോക്കാവസ്ഥ സൃഷ്ടിച്ചതിനും കാരണക്കാർ എന്ന ഒരു വളരെ മൗലികമായ ഒരു ചോദ്യം സന്ദീപ് നേരത്തെ ഉന്നയിച്ചിരുന്നു. അപ്പം ഈ AK ആന്റണിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ടും താങ്കൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. താങ്കൾക്ക് സംസാരിക്കാം. ഇങ്ങനെ ഇവിടെ സന്ദീപ് ഒരുപാട് തവണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് AK ആന്റണി പറഞ്ഞത് വളരെ കൃത്യമാണ്. ഞങ്ങൾ ഇപ്പോഴും അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. AK ആന്റണി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് അദ്ദേഹം സ്വയമേ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണ്, ആരും പുറത്താക്കിയതല്ല. അങ്ങ് മനസ്സിലാക്കണം. AK ആന്റണി പറഞ്ഞതിൽ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഹൈന്ദവ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തോട് ന്യൂനപക്ഷ സമുദായം എപ്പോഴും ചേർന്ന് നിൽക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വലിയേട്ടന്മാരായിട്ടോ ചെറിയേട്ടന്മാരായിട്ടോ അങ്ങനെയല്ല. അവർ ചേർന്ന് നിൽക്കണം, അകൽച്ച ഉണ്ടാകരുത്, യോജിച്ചു പോകണം. ഇത് തന്നെയാണ് അതിൻ്റെ സത്ത. അല്ലാതെ അങ്ങ് പറയുന്ന പോലെ ഹൈന്ദവരെ എടുത്ത് അടിച്ചു പൊടിക്കണം എന്നൊന്നും ആ വാചകത്തിന് അർത്ഥമില്ല.
അങ്ങ് ഇപ്പോൾ എ കെ ആന്റണിയുടെ എല്ലാ കാര്യത്തിലും എ കെ ആന്റണിയുടെ പ്രശ്നങ്ങളെ വിമർശിക്കുന്നതാണല്ലോ BJP. ഇപ്പോൾ ഇക്കാര്യത്തിൽ മാത്രം എന്താ എ കെ ആന്റണിയോട് ഇത്ര വലിയ മമത? അപ്പോൾ അങ്ങേക്ക് താല്പര്യം തോന്നുന്ന കാര്യങ്ങൾക്കെല്ലാം പറഞ്ഞാൽ അത് വേദവാക്യം, അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ അത് വേദമല്ലാത്ത വാക്യം. ഇങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങളിപ്പോൾ ഇക്കാര്യത്തിൽ പറയാമല്ലോ, സച്ചാർ കമ്മീഷൻ വയ്ക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യയുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി ഞങ്ങൾ ലിഖിതമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിൻ്റെ കാഴ്ചപ്പാട് സാമൂഹികപരമായും പിന്നോക്കപരമായും സാമ്പത്തികമായും പിന്നിൽ നിൽക്കുന്നവരെ പാർശ്വവൽക്കരിക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഭരണഘടന പ്രതിപാദനം ചെയ്തത്. പക്ഷേ ആ തീരുമാനത്തിൽ പലപ്പോഴും 50 വർഷം കഴിഞ്ഞിട്ടും 60 വർഷം കഴിഞ്ഞിട്ടും അത് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം വിദ്യാഭ്യാസപരമായി അവരുടെ പിന്നോക്കാവസ്ഥയാണ്. ജോലി ലഭിക്കുന്നതിനുള്ള അവരുടെ ട്രെയിനിങ് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നതിന് പിന്നോക്കാവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞത് സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെയാണ്. അതുകൊണ്ടാണ് ട്രെയിനിങ് സെന്റേഴ്സ് അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് മാത്രം, ഒരു മതത്തിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് മാത്രം പഠിക്കപ്പെടേണ്ടതുണ്ടോ? അങ്ങനെ അത് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കമ്മീഷൻ നിയോഗിക്കപ്പെടേണ്ടതുണ്ടോ? യാഥാർത്ഥ്യമാണ് സുബീഷെ, യാഥാർത്ഥ്യമാണ്. ഈ നമ്മുടെ സഞ്ജീവ് ഭാരതി എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ യാഥാർത്ഥ്യമായി അങ്ങ് പോയി നോക്കണം. UP-യിലും ബംഗാളിലും ബീഹാറിലും അതുപോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ മുസ്ലിം സമുദായം ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. ഞാൻ ആ സമുദായത്തിൽ പെട്ടതുകൊണ്ട് പറയല്ല. അവിടെ ഈ പിന്നോക്കമായി നിൽക്കുന്ന എല്ലാ സമുദായത്തിൻ്റെയും വിഷമങ്ങൾ തന്നെയാണ്. പക്ഷേ ബേണിംഗ് ഇഷ്യൂ അത് മുസ്ലിം സംവിധാനമാണ് എന്ന് പഠിച്ച് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഉൾക്കൊള്ളുവാൻ കോൺഗ്രസ് തയ്യാറായി. അതിൽ ഭരണകൂടത്തിന്റെ തെറ്റുകൾ ഉണ്ടാകാം, ഭരണകൂടത്തിന്റെ ശ്രദ്ധക്കുറവുണ്ടാകാം. അഡ്വക്കേറ്റ് PM നിയാസ് കൊടുക്കണം. ഓക്കെ, പറഞ്ഞോളൂ. ട്രെയിനിങ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ അങ്ങ് ഇതിന് എന്തുകൊണ്ട് എന്നല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി ഇന്ത്യയിൽ, അതാണ് സാഹചര്യം. എന്നാൽ കേരളത്തിൽ സത്യമാണ് പരിവർത്തിത ക്രിസ്ത്യൻ സമുദായം, ലാറ്റിൻ ക്രിസ്ത്യൻ സമുദായം അവരൊക്കെ പിന്നോക്കമാണ്, അവർക്ക് കൊടുക്കണം. ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിലവിൽ സച്ചാർ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന അതിനുവേണ്ടി മാത്രമായി ഉണ്ടാക്കിയിരിക്കുന്ന സ്കോളർഷിപ്പ് അത് അവർക്ക് ചോരാതെ, അവർക്ക് കുറയാതെ, അതേ അവസരത്തിൽ പിന്നോക്കക്കായ ആളുകൾക്ക് കൂടുതൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അതിന് നമ്മുടെ സുഹൃത്ത് ഇവിടെ CPM സുഹൃത്ത് പറയുന്നത് എനിക്കിപ്പോഴും ലോജിക്ക് മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാണ് ശതമാന കണക്കിൽ 60-40 ആകുമ്പോൾ 80-20 എങ്ങനെ 60-40ലേക്ക് പോവുക? നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അതിന് പ്രത്യേകമായി ഗവൺമെന്റ് തീരുമാനം വന്നതോടുകൂടി ശതമാനമില്ല. അത് മനസ്സിലായി അരുൺ, അത് മനസ്സിലായി. നിങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും പറഞ്ഞത് 80% നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന 80%-ഓളം കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം സമുദായത്തിലെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനനുസരിച്ചുള്ള സംവിധാനം നിലനിർത്തണം. അതിന് നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിന് പ്രത്യേകമായി ഒരു സംവിധാനം ഉണ്ടാക്കി കോടതിയെ അറിയിക്കുകയാണ് വേണ്ടത്. ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നുണ്ടോ എന്നറിയണം സന്ദീപ്. സുബീഷ്, നമുക്ക് ഒരു കേവല യുക്തി നോക്കാം. ഇപ്പൊ മുസ്ലിം സമുദായം പിന്നോക്കാവസ്ഥയിലാണെന്നുള്ളതാണ് അവരുടെ നറേറ്റീവ്. അതിന്റെ അടിസ്ഥാനത്തിൽ സച്ചാർ കമ്മീഷനെ വെച്ചു എന്ന് പറയുന്നു. അത് ഭരണഘടന പറയുന്നതാണ്. ഒരു പ്രത്യേക വിഭാഗത്തിനെ കുറിച്ച് അങ്ങനെ പിന്നോക്കാവസ്ഥകളെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഭരണഘടന പറയുന്നത് രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ചാണ്. ഒന്ന്. രണ്ട്, നമുക്കറിയാം ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടെ മുസ്ലിം സംവരണം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ കോടതി തന്നെ അത് തടഞ്ഞു. മതപരമായ അടിസ്ഥാനത്തിൽ ഇത്തരം സംവരണങ്ങൾ കൊടുക്കാൻ പറ്റില്ല. കോടതി തന്നെ പറഞ്ഞു, അതായത് ഭരണഘടനാ വിരുദ്ധമാണ്. ഞാൻ പൂർത്തിയാക്കട്ടെ. അരുൺകുമാർ, ഒറ്റ മിനിറ്റ്. ഞാൻ എന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഞാൻ എന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. BJP-യുടെ നിലപാടാണ് ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, താരതമ്യ പഠനം നടത്തുന്ന സമയത്ത് അതിൽ മുസ്ലിങ്ങൾ പിന്നോക്കാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രീതിയിൽ വല്ല സഹായവും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും അതിനെ വിശ്വസിക്കാം. ഇതെങ്ങനെയാണ്? കൃത്യമായ മതപ്രീണനത്തിന് വേണ്ടി മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാനും വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി ഒരു കമ്മീഷനെ വെച്ച് പ്രിജുഡിസ്ഡ് ആയ രീതിയിൽ, ബയസ്ഡ് ആയ രീതിയിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഫണ്ടുകൾ കൊടുക്കുകയായിരുന്നു.
ഇതാണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം. 2, അതിന്റെ പിന്നണിയായി അത് നടപ്പാക്കാൻ വേണ്ടി ഇവിടെ പാലോളി കമ്മീഷൻ ഉണ്ടാക്കുന്നു. അല്ലാതെ അരുൺകുമാർ പറഞ്ഞതുപോലെയല്ല, എല്ലാ വിഭാഗങ്ങളെയും കുറിച്ചൊന്നും പാലോളി പഠിച്ചിട്ടില്ല. പാലോളി പഠനത്തിന് ആധാരമാക്കിയത് പാലോളി കമ്മീഷൻ റിപ്പോർട്ടിന് ആധാരമായ കണക്കുകൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ കേരള പഠനമായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പഠനവും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സിറ്റിംഗ് നടത്തിയിട്ടില്ല എന്നുള്ളതല്ല. ഞാൻ പൂർത്തിയാക്കട്ടെ. പിന്നെ ഏതർത്ഥത്തിലാണ് മുസ്ലിം സമുദായം പിന്നോക്കാവസ്ഥയിൽ വരുന്നത്? അല്ല, ഞാൻ അതാ ചോദിക്കുന്നത്. എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് മുസ്ലിം സമുദായം പിന്നോക്കാവസ്ഥയിലാവുന്നത്? അവരിവിടെ റൂളിംഗ് ക്ലാസ് ആയിരുന്നില്ലേ? അവർ അയിത്തം നേരിട്ടിട്ടുണ്ടോ? ഇത് രണ്ടുമാണല്ലോ ഇവിടുത്തെ പ്രധാനമായി കണക്കാക്കേണ്ടത്. പിന്നെ വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥയിലാന്ന് പറയുന്നു. എങ്ങനെ വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥയിലാവും? അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ? ഇത്രയും കാലം ഭരിച്ചവരല്ലേ? കോൺഗ്രസും CPM അതിന്റെ ഉത്തരവാദിത്വം ഏറ്റുക്കോ? അപ്പൊ വെറുതെ കള്ളം പറയരുത്. വ്യാജമായ നറേറ്റീവ് ഉണ്ടാക്കി ഈ മതന്യൂനപക്ഷ സംഘടിത വോട്ട് ബാങ്കിനെ താങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ്. 1. 2, നിങ്ങൾ ഇങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞ ഇനി അരുൺകുമാർ പറഞ്ഞതിലൊരു ഇല്ല നിയാസെ 1 മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ അരുൺകുമാർ പറഞ്ഞതിലെ തെറ്റ് ഒരു സാങ്കേതികമായ പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ, കുറച്ചുകൂടി കൂടുതൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഇത് ബാലൻസ് ചെയ്യും, ക്രിസ്ത്യൻസിനും അർഹമായിട്ടുള്ള രീതിയിൽ കൊടുക്കുന്ന പറഞ്ഞത്. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഹൈക്കോടതിയുടെ വിധി എന്താ? ഹൈക്കോടതി വിധി ജനസംഖ്യാനുപാതികമായിട്ട് കൊടുക്കണമെന്നാ. നിങ്ങൾക്കത് ആ വിധിയാണ് ഞങ്ങൾ നടപ്പാക്കുന്നതെന്ന് പറയുന്നത്. ഞങ്ങൾ കൃത്യമായിട്ടും ജനസംഖ്യാനുപാതികമായി കൊടുക്കുകയാണ് എന്ന് പറയണം. അതല്ലെന്നാ പറയുന്നത്. നിങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ട് കൊടുക്കണമെന്ന കോടതി വിധി നടപ്പാക്കും എന്നാണ് പറയേണ്ടത്. 1. 2 അല്ല, അങ്ങ് പറഞ്ഞത് അങ്ങ് അതിലേക്ക് വരുന്നില്ല. അങ്ങ് പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യൻസിന് കുറച്ചുകൂടി കൊടുക്കും, ബാക്കിയുള്ളവർക്ക് സംസാരിക്കാനുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ സമയം തീർന്നത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. വളരെ ഗഹനമായ, വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. 1.5 മണിക്കൂർ ചർച്ചയിൽ ഏതെങ്കിലും ആശയപരമായ ഒരു പോയിന്റിൽ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം കൂടി കണക്കിലെടുത്ത് സമയം തീർന്നതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി. സന്ദീപ് ജി വാര്യർ, അഡ്വക്കേറ്റ് PM നിയാസ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഡോക്ടർ പ്രകാശ് P തോമസ് ഈ ചർച്ച ഇത്രയും സജീവമാക്കിയതിന്. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.